Hello, good morning all. Welcome back to my channel, Sija's Economic Classes. Next, ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ റിട്ടേൺഡ് സ്കെയിലിനെ കുറിച്ചിട്ടാണ്. എന്താണ് റിട്ടേൺഡ് സ്കെയിൽ? തോതനുസരിച്ചുള്ള പ്രത്യയം. റിട്ടേൺഡ് സ്കെയിൽ റെഫേഴ്സ് ടു ദി ഓൾ ഇൻപുട്സ് ആർ വേരിയബിൾ ഇൻ ദ ലോങ് റൺ. അതായത് ലോങ് റണ്ണിലെ ദീർഘകാലത്തിലെ എല്ലാ ഇൻപുട്ടുകളും, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ എന്ന് പറയുന്ന എല്ലാ ഇൻപുട്ടുകളും നമുക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനെയാണ് നമ്മൾ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ റിട്ടേൺഡ് സ്കെയിൽ എന്ന് വിളിക്കുന്നത്. ഓൾ അതർ ഇൻപുട്സ് ആർ കെപ്റ്റ് കോൺസ്റ്റന്റ്. എല്ലാ ഇൻപുട്ടുകളും എന്താണ്, സ്ഥിരമായിട്ട് നിലനിർത്തിക്കൊണ്ട് അതിൽ നമുക്ക് മാറ്റം വരുത്തുകയും ചെയ്തുകൊണ്ട് ഉണ്ടാകുന്ന ഉൽപ്പന്നത്തിന്റെ അളവിനെയാണ് നമുക്ക് റിട്ടേൺഡ് സ്കെയിൽ എന്ന് വിളിക്കുന്നത്. റിട്ടേൺഡ് സ്കെയിലിന് നമുക്ക് 3 കൺസെപ്റ്റാണ് ഉള്ളത്. IRS, അതുപോലെ CRS, DRS. IRS എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് റിട്ടേൺഡ് സ്കെയില്, CRS എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് റിട്ടേൺഡ് സ്കെയില്, DRS എന്ന് പറഞ്ഞാൽ ഡിമിനിഷിംഗ് റിട്ടേൺഡ് സ്കെയില്. IRSൽ നമ്മൾ ഇൻക്രീസ് റിട്ടേൺഡ് സ്കെയിലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന ഇൻപുട്ട് 50% ആണെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് 100% ലഭിക്കുന്നു എന്നാണ്. അതേസമയം കോൺസ്റ്റന്റ് റിട്ടേൺഡ് സ്കെയിലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 50% ഇൻപുട്ട് ഉപയോഗിക്കുമ്പോൾ 50% തന്നെ ആയിരിക്കും ഔട്ട്പുട്ട്. ഉൽപ്പന്നത്തിന്റെ അളവില്, ഇൻപുട്ടിലും ഉൽപ്പന്നത്തിന്റെ അളവിലും എന്താണ്, വലിയ ചേഞ്ചസ് വരുന്നില്ല. അതേസമയം ഡിമിനിഷിംഗ് റിട്ടേൺഡ് സ്കെയിലില് DRSൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇൻപുട്ട് 50% ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് അതിനേക്കാളും കുറവായിരിക്കും. ഒരു 30% അല്ലെങ്കിൽ 25% ആയിരിക്കും. അപ്പോൾ ഇതാണ് IRS, അതുപോലെ CRS, DRS നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ ഇൻക്രീസ് റിട്ടേൺഡ് സ്കെയിൽ, ഇപ്പോൾ ഒരു വ്യവസായ സ്ഥാപനം ആദ്യമായിട്ട് തുടങ്ങുകയാണെങ്കിൽ അവിടെ തുടക്കത്തിൽ എന്താണ്, നല്ലൊരു പുരോഗതി ഉണ്ടാവും. പുതിയ മെഷീനറീസ്, റോ മെറ്റീരിയൽസ് എല്ലാം കൊണ്ടും നമുക്ക് എന്താണ്, തുടക്കത്തിൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ എപ്പോഴും ഒരു വ്യവസായ സ്ഥാപനത്തിന്റെ തുടക്കത്തിലാണ് ഇൻക്രീസ് റിട്ടേൺഡ് സ്കെയിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതേസമയം കുറെ കാലം കഴിയുമ്പോൾ ഉൽപ്പന്നത്തിന്റെ അളവ് കുറഞ്ഞു വരുന്നു. അങ്ങനെ ഇൻപുട്ട് ഉപയോഗിക്കുന്ന അതേ അളവിൽ തന്നെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടാനായിട്ട് പോകുന്നു. പിന്നെ കൂടുതൽ കാലം കഴിയുമ്പോൾ മെഷീനറീസ് ഒക്കെ എന്താണ്, കേടുകൾ വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻപുട്ടിനേക്കാളും കുറവായിരിക്കും നമുക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റിട്ടേൺഡ് സ്കെയിലിന്റെ 3 സ്റ്റേജസ്. ഓക്കെ, താങ്ക് യു. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.